ഒരു ടീച്ചർ ഒരു സ്കൂളിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അവർക്ക് പല രീതിയിലുള്ള പ്രൊമോഷനുകൾ വരാം. ഹെഡ് ടീച്ചർ, അതുപോലെ തന്നെ അവിടുത്തെ HM. നിലവിൽ എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ കൺട്രീസ് ഉൾപ്പെടെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അവർക്ക് അറ്റസ്റ്റ് ചെയ്യാം, അവിടെയൊക്കെ ജോലി ചെയ്യാം. ഒരു അധ്യാപികയായിട്ട് ഒരു സ്ഥാപനത്തിൽ കയറിയാൽ കുറച്ചു കാലത്തെ എക്സ്പീരിയൻസിന് ശേഷം അവർക്കും ഈ ഒരു ലെവലിലേക്ക് മാറാം. പ്രോഗ്രാമിൻ്റെ ഇടയിൽ വളരെ മനോഹരമായ ആക്ടിവിറ്റികൾ, പിന്നെ ഫെസ്റ്റുകൾ. എൻട്രി എലവേറ്റ് മോണ്ടിസോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സീഡ് ഇന്റർനാഷണൽ ഡയറക്ടർ മിസ്റ്റർ ഷറഫുദ്ദീൻ സാറാണ്. സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സാർ, മോണ്ടിസോറിയുടെ സാധ്യതകളെ പറ്റിയാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. സാറിന് ഏകദേശം 18 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ എന്താണ് മോണ്ടിസോറിയുടെ സാധ്യതകളെ പറ്റി സാറിന് പറയാനുള്ളത്? എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്, അതുപോലെ അതിൻ്റെ ഇപ്പോഴുള്ള ഒരു സാധ്യത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പ്രീ സ്കൂളുകൾ, മോണ്ടിസോറി സ്കൂളുകൾ ഒക്കെ ഇന്ന് വളർന്ന് മത്സര ബുദ്ധിയോടുകൂടി വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് പോകുന്നത്. ഇവിടെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഏകദേശം ഒരു 17-18 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ കീഴിൽ കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരാൾ അവർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്ക് ജോലി ഇല്ലാത്ത ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ജോലി ചെയ്യാത്തത് മറ്റൊരു കാര്യം. അതല്ലാതെ ജോലി ചെയ്യാൻ ആഗ്രഹിച്ച് ഒരാൾ ഇറങ്ങിയാൽ അവർക്ക് ജോലി ഇല്ലാത്തൊരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. പ്രത്യേകിച്ചിട്ട് ഇന്ന് നമ്മുടെ ഇന്ത്യക്ക് പുറത്തേക്ക് പോയാൽ, ഇന്ത്യനേക്കാൾ അപ്പുറത്ത് സാധ്യതകൾ വരുന്നത് ഇന്ത്യക്ക് പുറത്താണ്. അവിടെയൊക്കെ ശരിക്കും BEd കോഴ്സിനേക്കാൾ ഒരു പടി മുമ്പിലേക്ക് നിൽക്കുന്നോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. നമ്മുടെ ഈ മോണ്ടിസോറി കോഴ്സ് അത്രമാത്രം സാധ്യതകളാണ് നിലവിൽ കോഴ്സിനുള്ളത്. ഓക്കെ, അതേപോലെ ഇപ്പൊ സൗദിയിലേക്ക് നമ്മൾ മുൻപ് നമ്മുടെ സ്റ്റുഡൻസിന് പോകാൻ സാധിക്കത്തില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നതായിട്ട് അറിയുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? സൗദി, ഖത്തർ എംബസികൾ നേരത്തെ ഈ ഡിപ്ലോമ കോഴ്സുകൾക്ക് അറ്റസ്റ്റേഷൻ നൽകിയിരുന്നില്ല. അത് ഓരോ രാജ്യത്തും അതിൻ്റെ ഗവൺമെന്റിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ്, അവരുണ്ടാക്കുന്ന തീരുമാനങ്ങളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഈ അടുത്തിടെ അപ്പോസ്റ്റലെ അറ്റസ്റ്റേഷൻ എന്ന ഒരു അറ്റസ്റ്റേഷൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനായിട്ടും, അതുപോലെ തന്നെ സൗദി, പ്രത്യേകിച്ചിട്ട് സൗദി ഗവൺമെന്റ് ഈ അപ്പോസ്റ്റലെ സർട്ടിഫിക്കേഷൻ അനുമതി കൊടുത്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന് അപ്പോസ്റ്റലെ അറ്റസ്റ്റേഷൻ അവിടെ ഇപ്പോൾ ലഭ്യമാണ്. അവിടെയും കുട്ടികൾക്ക് വളരെ സുതാര്യമായി ജോലി ചെയ്യാം. സർ, നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മോണ്ടിസോറിയും PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറിയുമാണ്. കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, എന്താണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്നുള്ളതാണ്. അപ്പോൾ 2 പ്രോഗ്രാമുകളാണ് ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്, മറ്റൊന്ന് PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. സാധാരണ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് +2 യോഗ്യതയുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവർക്ക് സാധാരണ നമ്മൾ പഠിക്കാനുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്. ആ സിലബസിൽ അവർ പഠിക്കുന്നുണ്ട്. അവരുടെ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. അതിനപ്പുറത്ത് ഒരു ഡിഗ്രി ഹോൾഡറായ ഒരാൾക്ക് അവർക്ക് PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി TTC എന്ന് പറയുമ്പോൾ അത് ഡിഗ്രി ഉള്ള ആളുകൾക്കാണ് പ്രധാനമായ ആ കോഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സാധാരണ ഡിപ്ലോമയിൽ പഠിക്കാത്ത ഒരല്പം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കൂടുതലായും ഈ ഒരു വിഷയത്തിൽ പഠിക്കാനുണ്ടാകും. അങ്ങനെ വരുമ്പോൾ PG ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾ ഒരു ഇൻ്റർവ്യൂവിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചിട്ട് PG ഡിപ്ലോമ എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇയാളൊരു ഗ്രാജുവേറ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഗ്രാജുവേറ്റ് ആണെങ്കിലും പ്ലസ് കൂടാതെ മറ്റു സിലബസിൽ പഠിക്കാത്ത ഒരല്പം കാര്യങ്ങൾ കൂടുതൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു വിഷയത്തിലുള്ള ഒരു അറിവ് ഒരല്പം കൂടുതലായിരിക്കും. അപ്പോൾ ജോലി ലഭിക്കുന്നതിന് കൂടുതൽ കാരണം ഡിഗ്രി ഉള്ളവർക്കൊക്കെ ഈ PG ഡിപ്ലോമ എന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും. കൂടാതെ ഒരു ടീച്ചർ ഒരു സ്കൂളിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അവർക്ക് പല രീതിയിലുള്ള പ്രൊമോഷനുകൾ വരാം. ഹെഡ് ടീച്ചർ, അതുപോലെ തന്നെ അവിടുത്തെ HM. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പരിഗണിക്കപ്പെടുന്നത് ഡിഗ്രി ഉള്ള ആളുകളെയാണ്. അപ്പോൾ ഡിഗ്രി ഉള്ള ആളുകൾ നിർബന്ധമായും അവർക്ക് ഗുണം ചെയ്യുന്നത് PG ഡിപ്ലോമ കോഴ്സാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഡിപ്ലോമ പ്രോഗ്രാമുകളും. ഡിപ്ലോമയിലും ഇത്തരം സാധ്യതകൾ കൂടുതലാണ്. കാരണം ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾ ഒരു അധ്യാപികയായിട്ട് ഒരു സ്ഥാപനത്തിൽ കയറിയാൽ കുറച്ചു കാലത്തെ എക്സ്പീരിയൻസിന് ശേഷം അവർക്കും ഈ ഒരു ലെവലിലേക്ക് മാറാം. പക്ഷെ ഒരു ഡിഗ്രിക്കാരന് വളരെ നേരത്തെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ പ്രൊമോഷനുകളും അതുപോലെ തന്നെ മറ്റ് സാധ്യതകൾക്കൊക്കെ കൂടുതലാണ്. SSLC കഴിഞ്ഞ ആൾക്കാർക്കും ഡിപ്ലോമ ചെയ്യാൻ സാധിക്കില്ലേ?
ഗവൺമെന്റ് നിയമപ്രകാരം, ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരം SSLC കഴിഞ്ഞ ഒരാൾക്കും ഈ പ്രീ പ്രൈമറി സ്കൂളുകളിലുള്ള യോഗ്യത നേടി ജോലിക്ക് കയറാം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴുള്ള ഒരു പൊതു ട്രെൻഡ് എന്ന് പറയുന്നത് SSLC എന്ന് പറയുന്ന ഒരു അടിസ്ഥാന യോഗ്യത ഒരു +2 എന്ന രീതിയിലേക്ക് മാറിയല്ലോ ഇപ്പോൾ അടുത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളുകളൊക്കെ ഇന്റർവ്യൂവിന് പരിഗണിക്കുന്ന സമയത്ത് +2 ഉള്ള അധ്യാപികമാരെയാണ് കൂടുതലും പരിഗണിക്കാറ്. അപ്പൊ SSLC കഴിഞ്ഞ ഒരാൾ അതുകൊണ്ട് കോഴ്സ് ചെയ്യാതിരിക്കരുത്, അവർക്കും കോഴ്സ് ചെയ്യാം. പിന്നീട് അവസരങ്ങൾ ലഭിക്കുന്ന സമയത്ത് അവർക്ക് +2 ഇപ്പോൾ പല രീതിയിലും ഓപ്പൺ സ്കൂൾ വഴിയും മറ്റൊക്കെ ആയിട്ട് വളരെ ഈസിയായി ചുരുങ്ങിയ സമയം കൊണ്ട് 6 മാസമൊക്കെ കൊണ്ട് എഴുതിയെടുക്കാനുള്ള വാലിഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അത് അവർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരനുഭവം SSLC കഴിഞ്ഞ ആളുകൾ പോലും നമ്മുടെ കോഴ്സുകൾ കഴിഞ്ഞ കുട്ടികൾ ഹെഡ് ടീച്ചറായിട്ട് പോലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്കില്ലാണ്. അപ്പോൾ ഒരു +2 ഉള്ള ഒരാളും ചിലപ്പോൾ SSLC ഉള്ള ആളും സ്കിൽ ലെവലിൽ നമ്മൾ അവരെ ഇന്റർവ്യൂ ചെയ്ത് നോക്കുമ്പോൾ SSLC കാരനായിരിക്കും ചിലപ്പോൾ സ്കില്ല് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ആ സ്കില്ലുള്ള ആളുകൾക്ക് SSLCയും ഓവർകം ചെയ്ത് +2നെക്കാളും ഓവർകം ചെയ്തുകൊണ്ട് ജോലിയിലേക്ക് പോകാനുള്ള അവസരവും ഉണ്ട്. സർ, അടുത്ത ചോദ്യം എന്നുള്ളത് പല ആസ്പിരൻസ് ചോദിക്കുന്നതാണ്. വിദേശത്ത് ജോലി സാധ്യത തേടുന്ന സമയത്ത് ഡിഗ്രി ഉള്ള ആൾക്കാരെ മാത്രമേ പരിഗണിക്കുള്ളൂ, അതോ മറ്റുള്ളവർക്കും അവസരം ലഭിക്കുമോ എന്നുള്ളത്? തീർച്ചയായും സാധാരണ ഉയർന്നൊരു ചോദ്യമാണ്. സാധാരണ ഈ വിദേശ നാടുകളിലൊക്കെ പോകുമ്പോൾ ആരെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അതത് സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റാണ്. ഇപ്പോൾ ഒരു കമ്പനി നടത്തുന്ന അല്ലെങ്കിൽ ഇപ്പോൾ UAE നടത്തുന്ന ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ ഒരാൾ ജോലിക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ മാനേജ്മെന്റാണ് ആരെയാണ് അവിടെ ഹ്യൂമൻ റിസോഴ്സ് എത്ര ആളുകളായിരിക്കണം ഉണ്ടാവേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അങ്ങനെ വരുമ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്കില്ലിനാണ്. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു +2 കാരനെയും ഡിഗ്രിയും അപേക്ഷിച്ചുകൊണ്ട് ഡിഗ്രിക്കാരൻ ഒരല്പം ഡോമിനൻസ് കൂടുതലുണ്ടെങ്കിൽ പോലും +2 ഉള്ള നിരവധി ആളുകൾ ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് കൂടുതൽ ആളുകളും +2 ഉള്ള ആളുകൾ തന്നെയാണ്. അവർ തന്നെയാണ് കൂടുതലായും എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നമ്മുടെ കോഴ്സിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതും അവർ +2 കാരനാണെന്നോ ഡിഗ്രിക്കാരനാണോ എന്നല്ല, മറിച്ച് അവർക്ക് എങ്ങനെ ഒരു ടീച്ചിങ് സ്കില്ലുകളും അതുപോലെ ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കില്ലുകളൊക്കെ ഉണ്ടാക്കാം എന്ന് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ ആർക്കും കോഴ്സ് കഴിയുന്ന ഒരാൾക്ക് ജോലിയിൽ കയറാൻ യാതൊരു തടസ്സവുമില്ല. ഓക്കെ, ഇതിനോട് തന്നെ ചേർന്ന് ചോദിക്കട്ടെ, അതായത് നമ്മൾ കൊടുക്കുന്ന കോഴ്സിന്റെ ക്വാളിറ്റി, കണ്ടന്റ്, ഇതിനെപ്പറ്റി ഇപ്പം പറഞ്ഞല്ലോ ടീച്ചിങ് സ്കിൽസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തെന്നുള്ളത്. അപ്പൊ നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റിയിലും അതെങ്ങനെയാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്? തീർച്ചയായും അത് യാതൊരു സംശയവുമില്ല. സമാനമായ സ്ഥാപനങ്ങളൊക്കെ പരീക്ഷ പോലും നടത്താതെ, വെറുതെ പരീക്ഷ പോലും നടത്താതെ വ്യാപകമായി സർട്ടിഫിക്കറ്റുകൾ വ്യാപകമായി വിതരണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഒരുപാട് അനുഭവങ്ങൾ പല ആളുകളും അത്തരം അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വാളിറ്റിയും ഇല്ലാതെ കോഴ്സുകളൊക്കെ നടത്തുന്നത്. അപ്പം അതിൽ നിന്നും വിഭിന്നമായിട്ടാണ് നമ്മുടെ കോഴ്സ് നടക്കുന്നത്. 101% ഒരു ക്വാളിറ്റി കോംപ്രമൈസും നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടില്ല. അപ്പോൾ ആളുകൾ സ്വാഭാവികമായും തെറ്റിദ്ധരിക്കുന്നത് ഇത് പറയുമ്പോൾ ഈ കോഴ്സ് ഭയങ്കര ടഫാണോ, കട്ടിയുള്ള സിലബസ് ആണോ എന്നൊക്കെ ചിന്തിക്കാം. യഥാർത്ഥത്തിൽ വളരെ ഇപ്പോൾ നമുക്ക് ഓരോ ബാച്ചുകളിൽ തന്നെ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ ബാച്ചുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്, എൻജോയ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. നമ്മുടെ വെറും ഒരു പക്ക തിയററ്റിക്കലായിട്ടുള്ള ഒരു കാര്യം ഒരു കുട്ടിയുടെ മേലെ നമ്മൾ ഇമ്പോസ് ചെയ്യുകയല്ല. പ്രോഗ്രാമിൻ്റെ ഇടയിൽ വളരെ മനോഹരമായ ആക്ടിവിറ്റികൾ, ഫെസ്റ്റുകൾ, അതും ഒരു സാധാരണ ഒരു സ്കൂളിലേക്ക് നടക്കുന്ന ഒരു ഓഫ്ലൈൻ ഫെസ്റ്റിനെ കമ്മിറ്റി വെക്കുന്ന, അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ഓൺലൈൻ ഫെസ്റ്റുകൾ, അതേപോലെ തന്നെ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ, ഇൻട്രാക്റ്റീവ് സെഷനുകൾ, ഇതൊക്കെ കൊണ്ട് വളരെ എൻജോയ് ചെയ്ത് ശരിക്കും ഗ്രൂപ്പിലൊക്കെ വരുന്ന മെസ്സേജിലൊക്കെ പല നാടുകളിൽ നിന്നുള്ള ആളുകൾ പോലും അവർ എത്രയോ വർഷങ്ങൾ മുമ്പ് പരിചയമുള്ളതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്താണ് കോഴ്സുകൾ പഠിക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അവർക്ക് പഠിക്കാനും പറ്റും. എന്നാൽ നമ്മുടെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച്, പ്രത്യേകിച്ചിട്ടൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ വരുന്ന ആളുകൾക്കൊക്കെ അറിയാം അവരൊരു ടീച്ചറാവാൻ പോവാണ്, ഒരല്പം പഠിക്കാനുണ്ട്. അപ്പോൾ ആ മൈൻഡ് സെറ്റിലൂടെ തന്നെയാണ് ആളുകൾ വരുന്നത്. അതുകൊണ്ട് അവർ നമ്മുടെ എല്ലാ സിസ്റ്റങ്ങളും ഫോളോ ചെയ്ത് വളരെ മാന്യമായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് അവർ പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഓഫ്ലൈനായിട്ട് നേരിട്ട് പോയി പഠിച്ച വിദ്യാർത്ഥികളെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഇവർക്ക് പ്ലേസ്മെന്റുകളും ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് തന്നെ ചോദിക്കട്ടെ, നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസിന്റെ സാധ്യതകളും അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് പറയാമോ?
ഇപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ് നിലവിൽ എല്ലാ രാജ്യത്തും, നിലവിൽ നേരത്തെ ഖത്തർ എംബസി അതേപോലെ തന്നെ സൗദി എംബസികൾ ഉൾപ്പെടെ ചെറിയ തടസ്സങ്ങൾ ഇത് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ നിലവിൽ എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ കൺട്രീസ് ഉൾപ്പെടെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അവർക്ക് അറ്റസ്റ്റ് ചെയ്യാം, അവിടെയൊക്കെ ജോലി ചെയ്യാം. അതേപോലെ തന്നെ ഒട്ടുമിക്ക ഖദറാബെ അതുപോലെ തന്നെ പിന്നെ റിയൽ ഫ്ലോ എന്നൊക്കെ പറയുന്ന കുറെ വെരിഫിക്കേഷൻ ഏജൻസികളുണ്ട്. അപ്പോൾ അത് UAE പ്രധാനമായും അത്തരം വെരിഫിക്കേഷൻസ് ആവശ്യമാണ്. അത് ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നിലവിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സീഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു NGOന്റെ സർട്ടിഫിക്കറ്റാണ് ഒന്നാമത് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമതായി UK ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം. അപ്പോൾ ആ UK മേഖലയിലൊക്കെ അത്തരം രാജ്യങ്ങളിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് UK അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പോൾ ഏത് സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ അടുത്ത് ഈ കേരളത്തിൽ തന്നെ ഈ ബാലവാടി അംഗൻവാടി ടീച്ചേഴ്സിന്റെ അതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിൽ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും അതിൽ പോലും നമ്മുടെ വിദ്യാർത്ഥികളെ ബാലവാടി ടീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ വരികയും ജോലി ചെയ്യുകയും ചെയ്ത അനുഭവം കൂടി ഇപ്പോൾ വിദ്യാർത്ഥികൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എവിടെയും അവർക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ജോലിയാവുന്നതാണ്. ഗവൺമെന്റ് എക്സാംസ് എഴുതാൻ പറ്റില്ല? ഗവൺമെന്റ് എക്സാംസ് എഴുതാനേ പറ്റില്ല. കാരണം ഇത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അംഗീകൃതവുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അംഗീകൃതവുമായി ഇത് ബന്ധമില്ല. കാരണം ഗവൺമെന്റ് ലെവലിൽ വരുന്നതല്ല. പ്രീ പ്രൈമറി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ശരിക്കും ഗവൺമെന്റ് കരിക്കുലത്തിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടില്ല. അതിനവർ കൊണ്ടിരിക്കുന്ന സംവിധാനം ബാലവാടി അംഗൻവാടി പോലുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് ഗവൺമെന്റ് ആയിട്ട് ഇതിന് ബന്ധമില്ല, ഗവൺമെന്റ് അംഗീകൃതവുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മളത് വളരെ തുറന്ന് പറയാറുണ്ട്. മറ്റു പല ആളുകളും അത് ഉണ്ട് എന്ന രീതിയിൽ വരുത്തത്തക്ക രീതിയിൽ പ്രചരണമൊക്കെ നടത്താറുണ്ട് മറ്റു സ്ഥാപനങ്ങൾക്ക്. പക്ഷെ നമ്മൾ വളരെ ഓപ്പണായിട്ട് വിദ്യാർത്ഥികൾക്ക് അറിയാം അതിനെക്കുറിച്ച് ഗവൺമെന്റ് ആയിട്ട് യാതൊരുവിധ കണക്ഷനും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ICDS എക്സാംസ് അവർക്ക് എഴുതാം. അതൊക്കെ 100% എഴുതാൻ പറ്റും. അതിൽ തന്നെ ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ട് വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നുണ്ട്. കാരണം ICDSന് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പ്രൈവറ്റിനെ പരിഗണിക്കുന്നത് ചോദിച്ചാൽ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ അത്തരം ആളുകൾ ഇല്ല, അങ്ങനെ കുട്ടികൾ പരീക്ഷ എഴുതി വരുന്നില്ല. പിന്നെ ഗവൺമെന്റിൽ നടക്കുന്നത് 2 വർഷം നീണ്ടു നിൽക്കുന്ന പ്രീ പ്രൈമറി TTC എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അത് പരീക്ഷാ ഭവന്റെ നേതൃത്വത്തിൽ നേരിട്ട് പോയി 2 വർഷം പഠിക്കേണ്ട കോഴ്സാണ്. അത് മാത്രം വളരെ അംഗീകൃത സെന്ററുകളിൽ മാത്രം കൊടുക്കുന്ന കോഴ്സാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി പഠിക്കുക എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പ്രൈവറ്റ് മേഖലയിലുള്ള വിദ്യാർത്ഥികളെ ഈ ICDS പോലുള്ള സംവിധാനങ്ങളിൽ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. സോ അതേപോലെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്നത്, അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ശരി. നമ്മുടെ എക്സാം നമ്മൾ നടത്തുന്നത് പ്യുവർലി ഓൺലൈൻ ആണ്. അപ്പൊ അത് Zoom ആപ്പ് വഴിയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ലൈവായിട്ട് കുട്ടികൾ പരീക്ഷ എഴുതും, ഓൺലൈനായിട്ട് എഴുതും. അതിന് കൃത്യമായ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിന് ഇൻവിജിലേറ്റേഴ്സ് ഓൺലൈൻ തന്നെ അത് ഇൻവിജിലേറ്റ് ചെയ്യും. അപ്പോൾ ഏത് രാജ്യത്തുള്ളവർക്കും അവിടെ ഇരുന്നുകൊണ്ട് വളരെ സുതാര്യമായിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. യാതൊരു രീതിയിലുള്ള മാൽ പ്രാക്ടീസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ അനുവദിക്കാറില്ല. അങ്ങനെ മാൽ പ്രാക്ടീസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഇൻവിജിലേറ്റർമാർ കൃത്യമായി വിദ്യാർത്ഥികളെ നോട്ടീസ് ചെയ്യുകയും വിദ്യാർത്ഥികൾ സഹകരിക്കുകയും ചെയ്യും. എത്രയോ എക്സാം നടത്തിയിട്ടുണ്ട്. നിലവിൽ അങ്ങനെയുള്ള മാൽ പ്രാക്ടീസുകളൊന്നും ഇതുവരെ നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അത് കൂടാതെ തന്നെ എക്സാം എഴുതുമ്പോൾ ഇത് ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഇത് വലിയൊരു പ്രയാസമുള്ള കാര്യം, ഒരു കടമ്പയാണോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയില്ല. അത് എക്സാമിനെ കുറിച്ചുള്ള നമ്മുടെ മൈൻഡ് സെറ്റാണ് ശരിക്കും ഇമ്പോർട്ടന്റ്. ഇപ്പൊ എക്സാം എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തയാണ് നമ്മുടെ ഫീലിങ്ങിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണല്ലോ. ഇപ്പോൾ എക്സാം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഇത് വലിയൊരു സംഭവമാണെന്ന് തോന്നിയാൽ ഐ ഫീൽ ബാഡ്. അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ എക്സാം അല്ല സംഭവം, എക്സാമിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയാണ് സംഭവം. അപ്പൊ എക്സാം എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് അത് വലിയൊരു സംഭവമാണെങ്കിൽ എനിക്ക് ഭയങ്കര ദുഃഖം വരും, പേടി വരും, ഫോബിയ ഉണ്ടാവും. പക്ഷെ എക്സാം നമ്മെ സഹായിക്കാനുള്ളതാണ്. ഈ എക്സാം എഴുതിയിട്ട് വേണം എനിക്ക് പരീക്ഷ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്ന തോന്നൽ. അപ്പൊ എക്സാം എന്നെ സഹായിക്കാനുള്ളതാണെന്ന തോന്നൽ ആ വിദ്യാർത്ഥിക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് എക്സാം സന്തോഷമാവും, എക്സാമിനെ ഇവർ ഇഷ്ടപ്പെടും. അപ്പൊ അത് നമ്മൾ കുട്ടികൾക്ക് ആദ്യം തന്നെ അതിന്റെ കോൺഫിഡൻസ് ബിൽഡിംഗ് ക്ലാസ് ഒക്കെ നമ്മൾ കൊടുക്കും. എക്സാം എന്ന് പറയുന്നത് അത്ര വലിയ കീറാമാറിയിലൊന്നുമല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്.
അപ്പോൾ ആ രീതിയിൽ വളരെ കോൺഫിഡൻറ്റോടുകൂടി തന്നെ കുട്ടികൾ എക്സാം എഴുതാറുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് എക്സാം നടത്തുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നത് ഇവർ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്താണ്. അവിടെ അവർ ചോദിക്കുന്ന ഏത് ചോദ്യം, ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള എക്സാം ഉണ്ട്, റിട്ടൺ എക്സാം ഉണ്ട്, വൈവ എക്സാം ഉണ്ട്. ഇപ്പോൾ വൈവയിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇവർ മറുപടി പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിനുള്ള മുമ്പായിട്ടുള്ള ഇൻ്റർവ്യൂവിന് മുമ്പുള്ള ഒരു പ്രീ ഇൻ്റർവ്യൂ സെഷൻ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓൾറെഡി അറ്റൻഡ് ചെയ്ത് ആ ടീച്ചറെ ഫേസ് ചെയ്ത് അവരുടെ മറുപടിയൊക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ എവിടെ ചെന്ന് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും പറയാനുള്ള കോൺഫിഡൻസ് ഓൾറെഡി ആ വിദ്യാർത്ഥികൾക്ക് കിട്ടി. ചില കുട്ടികൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ചില ആളുകളൊക്കെ അനുഭവം പറയാറുണ്ട് അല്പം പ്രയാസമുണ്ട് എന്ന്. അത് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തും. ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ ഒരു ക്ലാസ് ടെസ്റ്റ് വെച്ചാൽ പോലും പേടിക്കുന്ന ഒരുപാട് ആളുകൾ, ഈവൻ ക്ലാസ് ടെസ്റ്റ് ആണ്, യൂണിറ്റ് ടെസ്റ്റ് ആണ്, അതിന് തോറ്റാലും പ്രശ്നമില്ല. പക്ഷെ ആ ടെസ്റ്റിന് പോലും പേടിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതിപ്പോ എല്ലാ വിദ്യാർത്ഥികളുടെയും മൈൻഡ് സെറ്റ് ഒരുപോലെ ആയിരിക്കില്ല. പക്ഷെ നമുക്ക് അവരുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ മാറ്റിക്കൊടുക്കുക എന്നാണല്ലോ നമ്മുടെ മെന്റർഷിപ്പും അതുപോലെ തന്നെ ടീച്ചിങ്ങിന്റെ ഒക്കെ ഉദ്ദേശം. അപ്പൊ അവരെ ബോധ്യപ്പെടുത്തി അവരെ പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, മോഡൽ എക്സാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മോഡൽ എക്സാമുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് നടത്താറുണ്ട്. പിന്നെ അതേപോലെ സൂം വഴി എങ്ങനെയാണ് എക്സാം നടത്തുന്നത് എന്ന് ചില ആളുകൾക്കൊക്കെ ഈ സൂം വഴിയൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ടാവും. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നേരത്തെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ കൊടുക്കും. സമാനമായ സെയിം രീതിയിലുള്ള എക്സാം തന്നെ നേരത്തെ നടത്താറുണ്ട്. അതേപോലെ മറ്റൊരു ചോദ്യം കൂടെ, നമ്മൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ കൂടുതൽ ആസ്പിറൻസ് ചോദിക്കാറുള്ളതാണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴത്തേക്കും ഒരു ഓൺലൈനിൽ ചെയ്തൊരു കോഴ്സ് ആണല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അവരോട് എന്താണ് മറുപടി പറയാനുള്ളത്? ടീച്ചിങ് പ്രാക്ടീസിന് നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഈ ടീച്ചിങ് പ്രാക്ടീസ് 22 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അവർക്ക് സൗകര്യമുള്ള ഇഷ്ടമുള്ള ഏത് സ്കൂൾ, അത് ഇന്ത്യയിലാവട്ടെ വിദേശത്താവട്ടെ, അവർക്ക് സെലക്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഓൺലൈനായിട്ടും ഈ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്ക് സ്കൂളിലേക്ക് പോകേണ്ടതില്ല. ഒരു എക്സ്പേർട്ടായിട്ട് വർഷങ്ങളായി പ്രീ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു എക്സ്പേർട്ട് ഗൈഡിനെ നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ ഓൺലൈനിലൂടെ ഇവരുടെ ക്ലാസ്സുകളൊക്കെ മോണിറ്റർ ചെയ്ത് അവരുടെ പിന്നെ ആ ഒരു ഡിഫക്ട്സുകളൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളത് അവരെ നോട്ടീസ് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ട് വരും. സമാനമായ രീതിയിൽ തന്നെ ഓഫ്ലൈനിൽ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരവിടെ പോയി അവർക്ക് 22 ദിവസം അവിടെ ആ സ്കൂളിൽ സ്പെൻഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ 5 ദിവസം അവിടുത്തെ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ഒബ്സർവ് ചെയ്ത് പിന്നെ ഇവർക്ക് അവരുടെ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ലെസൺ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി പിന്നെ അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന എല്ലാ ക്ലാസ്സും നമ്മൾ ആദ്യം തുടക്കത്തിൽ ഇവിടെ നിന്നും ക്ലാസ് കൊടുത്തിട്ടാണ് കുട്ടികളെ ടീച്ചിങ് പ്രാക്ടീസിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ടീച്ചിങ് പ്രാക്ടീസിൽ പോയാൽ നിങ്ങൾ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ എന്തൊക്കെ ചെയ്യണം, പിന്നെ എങ്ങനെയാണ് ലെസൺ പ്ലാൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ലെസൺ പ്ലാനും അതേപോലെ തന്നെ ആ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വ്യത്യസ്തങ്ങളായ എക്സ്പേർട്ട് ടീച്ചർമാരുടെ ഡെമോ പ്രസന്റേഷനുകൾ ഇവർക്ക് കൊടുക്കാറുണ്ട്. ആ പ്രസന്റേഷൻ കണ്ടിട്ടാണ് ഇവർ ടീച്ചിങ് പ്രാക്ടീസിലേക്ക് പോകുന്നത്. നമ്മൾക്ക് ഒരു കോൺവെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത കോൺവെക്കേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, എന്നത്തേക്കാണെന്നുള്ളതെന്ന് പറയാമോ? അടുത്ത കോൺവൊക്കേഷൻ ഇപ്പോൾ ഫെബ്രുവരി 11-ാം തീയതി കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. കഴിഞ്ഞ കോൺവൊക്കേഷൻ അത് വലിയൊരു അനുഭവമായിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ പിന്നെ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ആ കോൺവൊക്കേഷനിലാണ് നമ്മുടെ ഈ കേരളത്തിലല്ല, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ മൊത്തം പ്രചരിച്ച ഒരു വലിയൊരു വീഡിയോ എൻട്രിയുടെ സുമ ടീച്ചർ ഒരു പിന്നെ സ്കൂളിൽ അവരുടെ ജോലിയിൽ നിന്ന് മാറി നമ്മുടെ കോഴ്സിലൂടെ അവരുടെ ജീവിതം തന്നെ മാറിയ ഒരു വലിയ അനുഭവ കഥ അവർ പങ്കുവച്ചത് വലിയ സംഭവമായിരുന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികളെ അത് വരുമ്പോഴാണ് ഇപ്പൊ തന്നെ നമുക്കൊരു 300-ന് മേലെ പ്ലേസ്മെന്റ് ഇപ്പം നടന്നു കഴിഞ്ഞല്ലോ ഓൾറെഡി. അപ്പൊ അവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം നമുക്ക് തോന്നുകയാണ്. പല ആളുകളുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് വേണം ഈ കോഴ്സ് കൊണ്ട് പറയാൻ. അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിനോട് എന്താണ് സാറിന് പറയാനുള്ള ഒരു മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതുകൊണ്ട് എന്തായാലും എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ പറയാറ്, ഒന്ന് കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കണം. ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം നല്ല ക്വാളിറ്റിയുള്ള ടീച്ചർ. നമുക്ക് ടീച്ചേഴ്സ് 2 രീതിയിലുണ്ട്. ഒന്ന് ഒരു നോർമൽ ടീച്ചർ, മറ്റൊന്ന് ഒരു ഗ്രേറ്റ് ടീച്ചർ. നമ്മളൊരു നോർമൽ ടീച്ചറിൽ നിന്ന് ഒരു ഗ്രേറ്റ് ടീച്ചറായി മാറണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാധ്യതകൾ അവസാനിക്കുന്നില്ല. നമ്മുടെ എല്ലാ കുട്ടികളോടും പറയുന്നത്, നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വന്തമായി ഒരു സ്കൂൾ തുടങ്ങണം എന്ന ചിന്തയായിരിക്കണം. നിങ്ങൾ ഒരാളുടെ അണ്ടറിൽ പോയി കേവലം ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരി എന്ന അപ്പുറത്തേക്ക് അതും ആവാം, പക്ഷെ
പ്രൈമറി ഡ്രീം എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്വന്തമായ ഒരു ഓണ്ടർപ്രണർ എന്ന രീതിയിലേക്ക് ഞാനും ഒരു സ്കൂളിൻ്റെ ഓണറായിട്ട് മാറും എന്ന രീതിയിലേക്ക് അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മുടെ എൻട്രിയിലൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള എല്ലാ ബാക്ക് സപ്പോർട്ടുകളും. അപ്പോൾ ആ രീതിയിലേക്ക് എല്ലാവരും ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങുക, കോഴ്സ് വിജയമായി പൂർത്തീകരിക്കുക ആൻഡ് ബി എ ഗ്രേറ്റ് ടീച്ചർ. ഇതാണ് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. താങ്ക് യു സർ. ഇത്രയും നേരം ഞങ്ങളുടെ സഹചര്യത്തിന് സർ വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോൾ 1500ഓളം സ്റ്റുഡൻസിന് മുകളിൽ നമ്മളുടെ അടുത്തുണ്ട്. അത്രയും ആൾക്കാരെ കൈപിടിച്ചുയർത്തിയ സാറിന് ഇനിയും ഒരുപാട് ആൾക്കാരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഒപ്പം സ്റ്റുഡൻസ്, നിങ്ങളോട് പറയാനുള്ളത്, ടീച്ചിങ് ആണോ നിങ്ങളുടെ പാഷൻ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റ് ടീച്ചർ ആവാനായിട്ട് ഒട്ടും മടിക്കണ്ട, ജോയിൻ ചെയ്യൂ എൻട്രി എലവേറ്റ് മോണ്ടിസോറി. താങ്ക് യു.